വരും മാസങ്ങളിൽ ഭൂമിയെ ചുട്ടുപൊള്ളിക്കാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. പസഫിക് സമുദ്രത്തിലെ ജലതാപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ എൽനിനോയുടെ സാന്നിധ്യം US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 1997 ആഗോളതലത്തിൽ കോടികളുടെ നാശനഷ്ടം വിതച്ച റെക്കോർഡ് എൽനിനോയേക്കാൾ തീവ്രമായിരിക്കും ഇത്തവണത്തേതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. സൂപ്പർ എൽനിനോ, ഗോഡ്സില്ല തുടങ്ങിയ വെളിപ്പേരുകളിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്നത്. ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ എൽനിനോ 63% തീവ്രമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. 1950 മുതലുള്ള കാലാവസ്ഥാ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഭയാനകമായ പ്രതിഭാസങ്ങളിൽ ഒന്നായിരിക്കും ഇത്. പസഫിക് സമുദ്രോപരിതലത്തിന്റെ കിഴക്കുഭാഗത്ത് സാധാരണ ഉള്ളതിനേക്കാൾ ചൂട് കൂടുന്ന അവസ്ഥയാണ് എൽനിനോ. ഇതിന്റെ ഫലമായി കിഴക്കൻ പസഫിക് മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഴ കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ എൻസോ അഥവാ എൽനിനോ സത്തേൺ ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. എൽനിനോ കാരണം പസഫിക് സമുദ്രത്തിലെ ആഴമേറിയ ചൂടുവെള്ളം ഉപരിതലത്തിലേക്ക് ഉയരുന്നത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ രീതികളെ തകിടം മറിക്കും. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെ അടിയന്തര കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. ചൂടാകുന്ന ലോകത്തിന്റെ തീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായിരിക്കും ഈ അവസ്ഥയെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വരാനിരിക്കുന്ന ഡിസംബറോടെ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ 1997, 2015 വർഷങ്ങളിലെ സർവകാല റെക്കോർഡുകൾ ഇത് തകർക്കും. എൽനിനോ മൂലമുണ്ടാകുന്ന ആഘാതം ഓരോ പ്രദേശത്തും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതിഫലിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽനിനോ എന്നാൽ ദുർബലമായ മൺസൂൺ എന്നാണ് അർത്ഥം. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ ഇന്ത്യയിലേക്ക് വരേണ്ട മഴമേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങുകയും മൺസൂൺ കാറ്റിന്റെ ശക്തി കുറയുകയും ചെയ്യും. ഇത്തവണ രാജ്യത്ത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറഞ്ഞ മഴ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ത്യയിലെ വാർഷിക മഴയുടെ 70% നൽകുന്നത് ഈ മൺസൂൺ ആണ്. 2015 ശക്തമായ എൽനിനോയിൽ ഇന്ത്യ കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിയിരുന്നു. രാജ്യത്തെ 60% കർഷകരും വേനൽക്കാല വിളകൾക്കായി ഈ മഴയെ ആശ്രയിക്കുന്നതിനാൽ മൺസൂണിലുണ്ടാകുന്ന നേരിയ കുറവ് പോലും കർഷകരെയും തുടർന്ന് രാജ്യത്തെ ഭക്ഷ്യവിലയെയും നേരിട്ട് ബാധിക്കും. അതുകൊണ്ടുതന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം വെറുമൊരു കണക്കല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയാണ്. ഓസ്ട്രേലിയയിൽ എൽനിനോ മൂലം അതിരൂക്ഷമായ വരൾച്ചയും കാട്ടുതീയും വലിയ നാശനഷ്ടങ്ങൾ വിതച്ചേക്കാം. അമേരിക്കയെ സംബന്ധിച്ച് കിഴക്കൻ തീരങ്ങളിൽ ചുഴലിക്കാറ്റുകളുടെ തീവ്രത കുറയാൻ സാധ്യതയുണ്ടെങ്കിലും തെക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റും കനത്ത മഴയും ഉണ്ടായേക്കും.